അതെ, ഭരണങ്ങാനത്ത് ഹോസ്റ്റലിൽ നിന്നാണോ പഠിച്ചേ? ഭരണങ്ങാനത്ത് ഹോസ്റ്റലിൽ നിന്നാണോ പഠിച്ചേ? രണ്ടു കൊല്ലം. അന്നേരം അൽഫോൻസാമ എവിടെ ഉണ്ടോ? ജയിച്ചു, 6 ജയിച്ചു. അന്നേരം അൽഫോൻസാമ എവിടെ ഉണ്ടോ? ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പഠിച്ചത്. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കല്ല, വേദപാഠമൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ചുവേ പഠിക്കണം, നിങ്ങൾ വേറെ സ്വഭാവത്തിലൊന്നും പോയേക്കരുത് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരും. പഠിപ്പിക്കുന്നൊന്നുമില്ല. അന്നേരം ഈ രക്തം ചേർത്തി ആർന്നു കണ്ടിട്ടുണ്ടോ? അയ്യോ, രക്തം ചേർത്തിക്ക് നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളോട് പറയാൻ വരുമ്പം വന്നേച്ചിട്ട് ചിലപ്പോൾ മാറുമ്പോൾ ഛർദ്ദിക്കുക. രക്തം ചേർത്തിയായിരുന്നു. ഞാൻ പറയാം, ഇപ്പം നല്ല പുണ്യാത്തിയായി നല്ല മിടുക്കത്തിയായിട്ട് ഇരിക്കുന്ന കാണാൻ വരെ. ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ ഒരു കുഴപ്പമില്ല. ഞാൻ വേറെ അമ്മമാർക്ക് അത്ര ഇഷ്ടമില്ല, എനിക്കറിയാതൊക്കെ. എന്നുവെച്ചാൽ ഇത്രയും നല്ല രോഗമായിട്ട് ഇരുന്നിട്ടും നല്ല മിടുക്കത്തിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഓർത്തുണ്ട്. ഏതായാലും മരിച്ചു പുണ്യാത്തിയായി. അപ്പൊ നിങ്ങള് പോവായിരുന്നു അൽഫോൻസാമയുടെ മുറി പോവായിരുന്നു? മുറിയില് അൽഫോൻസാമയുടെ മുറി പോവായിരുന്നോ? മുറിയിലൊക്കെ പോവായിരുന്നോ? അൽഫോൻസാമയുടെ മുറി പോവായിരുന്നോ? പോയിട്ടുണ്ട്. അപ്പൊ എന്നാ നിങ്ങൾ എന്നാ പറയും? എന്നെ കെട്ടിച്ചു കഴിഞ്ഞപ്പോഴും അവര് ആ വീട്ടിലെ എന്നെ കെട്ടിച്ച് വീട്ടിലുണ്ടായിരുന്നു ഒരു മഠത്തിലമ്മ അവിടെ. അന്നേരം അന്നേരം അമ്മ മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കാണാൻ പോയി. അന്നേരം എന്നെ കൂടെ ഈ അൽഫോൻസാമയെ കാണാൻ പോവായിരുന്നു. 2 പ്രാവശ്യം അടുപ്പിച്ച് പോയി. എൻ്റെ ഒരു മകന് ഒന്നും പറയൊന്നുമില്ല. 4-5 വയസ്സായിട്ടും അവന് കഞ്ഞിക്കലത്തിൽ തവി കൊണ്ടുപോയിട്ട് കാണിക്കും. കഞ്ഞി തരാൻ പറയല. എൻ്റെ ഒരു മകനാ. എനിക്ക് 4 മക്കളായിരുന്നു. എന്നിട്ട് അമ്മ എന്നാ ചെയ്യും ചോദിച്ചെന്നാ, അമ്മ പണ്ടിങ്ങ അൽഫോൻസാമയുടെ കണ്ടേ കൊണ്ടുപോയി കിടത്തി വെച്ചിട്ട്. അല്ല, എന്നെ കെട്ടിച്ചെടുത്തി. എന്നിട്ട് അമ്മ കൊണ്ടുപോയി കിടത്തി. പിന്നെ വേറൊരു അമ്മയെ എടുത്തു കൊടുത്തു അമ്മയുടെ കയ്യിലോട്ട്. അന്നേരം അമ്മയെന്നും പറഞ്ഞോണ്ട അവനെ വന്നത്. 2 കൊല്ലത്തെ കൊണ്ടുപോയി ഇപ്പം എല്ലാ ആ മക്കളെക്കാട്ടി നല്ല മിടുക്കരായിട്ട് പറഞ്ഞ് എല്ലാം കഴിഞ്ഞു. മരിച്ചു പോയി കേട്ടോ. ഈ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത്. കല്യാണം എല്ലാം കഴിഞ്ഞ് 2 പിള്ളേരുമായി കഴിഞ്ഞ് വെച്ചു. എന്നാ നല്ല അച്ഛനായിരുന്നു. മരിച്ചത് കുഞ്ഞുഞ്ഞെന്നാ. വർത്താനം പറയലായിരുന്നു. വർത്താനം പിന്നെ എല്ലാം പറഞ്ഞ് നല്ല മിടുക്കരായി. എന്നെ പണിതാലും ഉണ്ടാകുകയും ചെയ്യായിരുന്നു. എല്ലാം കഴിയായിരുന്നു. എത്ര വയസ്സ് വരെ വർത്താനം പറയലായിരുന്നു? മരിച്ചിട്ടിപ്പം അല്ല, വർത്താനം പറയാതെ എത്ര നാളിരുന്നു? എത്ര വയസ്സ് വരെ ഇരുന്നു? 5 വയസ്സ് 6 വയസ്സ് വരെ. അതെയോ? 3 പ്രാവശ്യം നടത്തിക്കൊണ്ടുപോയി. 3-ാം പ്രാവശ്യം എല്ലാം പറഞ്ഞു. എല്ലാം പേർക്കായി പഠിക്കാനും ഇഷ്ടമായിരുന്നു. എല്ലാം ഇതാ. ഞാനത് ഇപ്പോഴൊക്കെ ഓർക്കാം. എൻ്റെ അച്ഛ ഇങ്ങനെ പറയാതിരുന്നായിരുന്നേ വെറും പൊട്ടനാകിയാലോ. ഇത് എന്നാ നല്ല ഇതായെന്നൊക്കെ എല്ലാ മക്കളെക്കാട്ടും മിടുക്കരായി. അൽഫോൻസാമയുടെ അനുഗ്രഹമാണ്. അപ്പൊ പല പ്രാവശ്യം അവിടെ ഓരോരുത്തർ വന്നിട്ടുണ്ട്. ഈ ഞാൻ ഭരണങ്ങാനത്ത് പഠിച്ചെന്ന് പറഞ്ഞോണ്ട് എന്നോട് ഓരോ കാര്യം ചോദിക്കാനാണ്. ഓരോ കാര്യങ്ങളൊക്കെ അൽഫോൻസാമയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ഓരോരുത്തർ വന്നു. ഞാൻ അതേപ്പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു, വിവരം അറിയാൻ വേണ്ടിയിട്ടേ. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാകുന്നേ. അൽഫോൻസാമയോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? വേറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അൽഫോൻസാമയോട് ഇപ്പോഴും പ്രാർത്ഥിക്കും. അൽഫോൻസാമയെ പറഞ്ഞ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടുന്നുണ്ട്. അനുഗ്രഹം കിട്ടുന്നുണ്ട്. എവിടെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. എൻ്റെ ഈ കൈക്കൊക്കെ വേദനയായിരുന്നു. അസ്ഥിതേമാനിയായിരുന്നു. ഞാൻ അൽഫോൻസാമയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ വേദന പറഞ്ഞു. നല്ല തീർത്ത് മാറിയിട്ടില്ല. അങ്ങനെ ഓരോ സംഗതി എവിടെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അൽഫോൻസാമയെ ഇങ്ങനെ കാണാൻ അടുത്തൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അടുത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട്.
അൽഫോൻസാമ്മ ആ അടുത്ത് കാണാൻ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നേ. അതെയോ? ഞങ്ങൾ പഠിക്കുമ്പം ആ ബോർഡിങ്ങിലല്ലേ പഠിക്കുന്നത് ആ ആ ഞങ്ങളെ. ആ ബോർഡിങ് നിന്ന് പഠിക്കുമായിരുന്നു. ആ ബോർഡിങ് നിന്ന് പഠിച്ചപ്പം ഞങ്ങളുടെ അരിയെ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, കസേര വന്നിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എവിടെ കണ്ടിട്ടുണ്ട്. അന്നേരം പുണ്യവതിയാന്ന് അറിയാമായിരുന്നോ? പുണ്യവതിയാന്ന് അന്നേരം അറിയാമായിരുന്നോ? പുണ്യവതിയാന്ന് അറിയാമായിരുന്നോ അന്നേരം? പുണ്യവതിയാണെന്ന് അറിയാമായിരുന്നോ? അത് നമുക്കറിയത്തില്ലല്ലോ. സ്നേഹം നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അൽഫോൻസാമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നു എവിടെ എല്ലാവരോടും. ആ അത് ശരി. അൽഫോൻസാമ്മ പഠിപ്പിച്ചതാ അമ്മച്ചിയെ. ഇപ്പൊ 99 വയസ്സായി. അന്നേരം ഓരോരുത്തരും ഈ വിവരം പറയാനായിട്ട് അറിയാൻ എൻ്റെ ഇതിൽ വരുവാണ്. അപ്പൊ അങ്ങനെ അൽഫോൻസാമ്മയായിട്ട് നല്ലൊരു ഓർമ്മ ഉണ്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കിപ്പം പ്രാർത്ഥിക്കണം. അൽഫോൻസാമ്മയുടെ പേര് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഗ്രഹങ്ങളെ കിട്ടിയ കാര്യം ഞാൻ. ആരാ ബോർഡിങ്ങിൽ കൊണ്ട് വിട്ടെ? ബോർഡിങ്ങിൽ ആരാ കൊണ്ട് ചേർത്തെ? പറഞ്ഞാനത്ത് ആരാ കൊണ്ട് പഠിപ്പിക്കാൻ വിട്ടെ? പഠിപ്പിക്കാൻ കൊണ്ടുപോയതാണ് എൻ്റെ ചാച്ചനെ. അതെല്ലേ? എന്നെ കൊണ്ടുപോയി വിട്ടു ബോർഡിങ്ങില്. അവിടെ നിന്ന് പഠിച്ചു. അവിടെ നിന്ന് പഠിക്കാൻ ചെയ്തേ. അവധിക്കാ വീട്ടിൽ പോരുള്ളൂ. അവധിക്ക് പോരുള്ളൂ. അങ്ങനെ അൽഫോൻസാമ്മ മരിക്കുമ്പോ അവിടെ ഉണ്ടോ? മരിക്കുമ്പോ അവിടെ ഉണ്ടോ? ഉണ്ടോ? പിന്നെ ഇല്ല, മരിക്കുമ്പോ അതില്ല. ഞങ്ങളൊക്കെ പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്ന പിന്നെയാ മരിച്ചത്. പിന്നെ കെട്ടിച്ചു കഴിഞ്ഞ പിന്നെ അസുഖമായിട്ടിരിക്കുവായിരുന്നു. അസുഖമായിട്ടിരിക്കുവായിരുന്നു അന്നേരം അല്ലേ? അദ്ദേഹം അസുഖമായിരുന്നു. ഈ രക്തം ചർത്തിയായിരുന്നു. സുഖമാണോടി? ഇല്ലില്ല, ഈ രക്തം ചർത്തിക്കായിരുന്നു. ഇങ്ങനെ എൻ്റെ പൊന്നെ കണ്ടാൽ നമ്മൾ പാവം തോന്നുമായിരുന്നു. അത് ശരി. ഞാനന്നവിടെ പഠിക്കുമ്പോൾ 20 പിള്ളേരുണ്ട് എന്നെ പോലെ ഉള്ളവർ. 20 പേര് ബോർഡിൽ നിന്ന് പഠിക്കുന്നത്. ഞങ്ങൾ വാക്കാടിൽ അവിടെയോ ക്ലാസ്സിലൊന്നും 4ാം ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് ഇല്ല. വാക്കാടിലില്ല, ക്ലാസ്സിനാലൊന്നും ഇല്ല. ഏത് ക്ലാസ്സിലാ പഠിച്ചേ? ഏത് ക്ലാസ്സിലാ അവിടെ പോയി പഠിച്ചേ? അച്ഛൻ പറഞ്ഞതിനകത്ത് കൊണ്ടുപോയി വിട്ടത്. എത്രാം ക്ലാസ്സിലായിരുന്നു അത് അന്നേരം? 4ൽ നിന്ന് 5 കയറി, 5ൽ നിന്ന് 6 കയറി ജയിച്ചു, കൊണ്ടുവന്ന് ജയിച്ചു. 2 വർഷം പഠിച്ചു. 5ലും 6ലും അവിടെ പഠിച്ചു. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പറഞ്ഞാനത്ത് പഠിച്ചു. അന്നേരം 5ലും 6ലും പറഞ്ഞാനത്ത് പഠിച്ചു. പഠിച്ചാ 2 വർഷം. 6ാം ക്ലാസ് കല്യാണം കഴിഞ്ഞു. 6ാം ക്ലാസ്സിൽ ജയിച്ചു. 7 കയറി കെട്ടിച്ച്. അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? എനിക്ക് 15 വയസ്സ്. അങ്ങനെയൊക്കെ ആയിരുന്നു കല്യാണം. അങ്ങനെയൊക്കെ ആയിരുന്നേ. 15 വയസ്സില്. അത് ശരി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കെട്ടി വന്നിടത്തും പിന്നെ 2 അച്ഛന്മാര്. അന്ന് ഒരച്ഛനുണ്ടായിരുന്നു. അന്നൊരച്ഛനായി അവൻ്റെ അച്ഛൻ. ഒരച്ഛനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പഠിച്ച് അനിയൻ പഠിച്ച അച്ഛനായത്. കല്യാണം എവിടെയായിരുന്നു? കല്യാണം എവിടെയാ നടന്നേ? കല്യാണോ അവിടെ പിന്നെ ഏത് പള്ളിയിലായിരുന്നു കല്യാണം? എവിടെ വെച്ചായിരുന്നു കല്യാണം? അവിടെ ഞങ്ങളുടെ ഇടവക വെച്ച. അവിടെയല്ലേ ഇടവക? അവരുടെ ഇടവക കുറുവണ്ണ. കുറുവണ്ണില്? കുറുവണ്ണ ഇടവക കുറുവണ്ണായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏരിയണ്ടായി. കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാ മലബാറിന് പോയേ? എത്ര വർഷം കഴിഞ്ഞാ മലബാറിന് പോയേ? മലബാറിന് പോകുന്നിട്ടിപ്പം എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞ ഉടനെ പോയോ? ഉടനെ ഇല്ല, 2 പിള്ളേരായ പിന്നെ പോകുന്നത്. അപ്പൊ അത് ശരി. അപ്പം അൽഫോൻസാമ്മയോട് ഇപ്പോഴും പ്രാർത്ഥിക്കും? ഇപ്പോഴും എൻ്റെ പൊന്നായ അൽഫോൻസാമ്മയെ പ്രാർത്ഥിക്കാനോ എനിക്കതേ തോന്നുള്ളൂ ഇപ്പോഴും. അങ്ങനെ നല്ലൊരു. ഇനി ഞാൻ വന്ന വഴിക്ക് അൽഫോൻസാമ്മയുടെ ഒരു പള്ളിയിൽ കയറി. ഞങ്ങള് കേറിയോ? കയറി അൽഫോൻസാമ്മയെ കണ്ടു. ഏരിയാമേ ഞങ്ങളെല്ലാരും കൂടെ പള്ളിയിൽ കയറി 1 മണിക്കൂർ നിന്നിട്ട്. നല്ല കാര്യം. കാണുന്ന പോലെ തന്നെയാണ് അൽഫോൻസാമ്മ. ഇതേപോലെ നല്ല നിറത്തിലും നല്ല മുഖവും നല്ല സ്വഭാവവും ഇല്ല. വേറെ അമ്മമാർക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു ഇത്രയും നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾ അറിയുന്ന ഇതൊക്കെ അതൊക്കെ ബോർഡിൽ നിൽക്കുമ്പോഴൊക്കെ അറിയാമല്ലോ. ബോർഡിങ് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. മഠത്തിലെ കാര്യങ്ങളൊക്കെ ബോർഡിങ് നിൽക്കുന്ന മഠത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം, മനസ്സിലാക്കാമല്ലോ. ശരി.
കാര്യം വേറെ അമ്മമാരാണേലും അവർക്ക് അത്ര ഒരു ഇഷ്ടമില്ലാഞ്ഞു ഈ അമ്മയോട്. പുണ്യാത്തിയായി. അതെ അതെ. അപ്പൊ അങ്ങനെ പരിചയമുള്ള ഒരു പുണ്യാളത്തി ഉണ്ട് അല്ലേ? എന്റെ പൊന്നെ, സ്വർഗത്തിൽ ചെന്നാലും കൂട്ടായി. എന്റെ അച്ഛൻ സ്വർഗത്തിൽ പോയാലും അതെ, സ്വർഗത്തിൽ ചെന്നാലും ഒരു കൂട്ടുകാരൻ പുണ്യാളത്തി ഉണ്ട്. ഞാൻ അൽഫോൻസാമ്മയുടെ കാര്യം എപ്പോഴും ഓർക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിൽ ചെന്നാലും കൂട്ടുകാരായി. സ്വർഗത്തിൽ ചെന്നാൽ നമുക്കൊരു കൂട്ടുകാരത്തി ഉണ്ടോ സ്വർഗത്തില്? എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. എന്തിനാ അല്ല, ഇന്ന് കിടന്ന് കഷ്ടപ്പെടാൻ മാത്രം മതി. അങ്ങനെ എല്ലാവർക്കും എന്നോട് വലിയ ഇഷ്ടമാണ്. പിന്നെ ചാച്ചിയോട് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളേ? അപ്പൊ അങ്ങനെ നടക്കട്ടെ. ശരി കേട്ടോ.